വെൽക്കം ടു ജി പ്ലസ്. നമ്മളിന്ന് 10th CBSE ക്ലാസ് 10 ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ ചാപ്റ്റർ 4 അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിലീറ്റഡ് പോർഷൻ അല്ല, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് മാക്സിമം മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന എളുപ്പം ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ അഗ്രികൾച്ചർ നമുക്കറിയാം, ഇന്ത്യൻസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. ഏകദേശം ഇന്ത്യയിലുള്ള ജനങ്ങളുടെ 2/3 ആളുകളും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിൽ അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻസ്, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവരുടെ പ്രൈമറി ആക്ടിവിറ്റിയാണ്. മെയിൻലി നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ആണ്. അത് മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രീസ് അഗ്രികൾച്ചറുമായിട്ട് അതിൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കറിയാം, നമ്മളുടെ തേയില, കാപ്പിപ്പൊടി, അതായത് കോഫി, ടീ, സ്പൈസസ്, കോട്ടൺ, ഇതുപോലുള്ള എല്ലാ ഇൻഡസ്ട്രികളും അതിൻ്റെയൊക്കെ ബേസ് എന്താണ്? അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മളുടെ കോട്ടൺ ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സിൻ്റെ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് കോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ, കോട്ടൺ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് റോ മെറ്റീരിയൽ ഫോർ ദ ഇൻഡസ്ട്രീസ്. മെയിൻലി 2 പർപ്പസ്. ഓക്കെ, ഒന്ന് ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി, രണ്ടാമത്തത് ഇറ്റ് പ്രൊഡ്യൂസസ് റോ മെറ്റീരിയൽ ഫോർ ഇൻഡസ്ട്രീസ്. ഇൻ ഇന്ത്യ 3 ടൈപ്സ് ഓഫ് ഫാമിംഗ് പറയുന്നുണ്ട്: പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. എന്താണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചെറിയ ഒരു ഏരിയയിൽ, അതായത് ഒരു സ്മോൾ പാച്ച് ഓഫ് ലാൻഡിൽ നമ്മളുടെ സാധാ ടൂൾസ് ഉപയോഗിച്ച് വീട്ടിലെയോ അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റി ലേബേഴ്സിനെ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു നോർമൽ കൃഷി, അതിനെയാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, അതൊരു സ്മോൾ ഏരിയയിൽ കൃഷി ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, പ്രിമിറ്റീവ് ടൂൾസ് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നു. തേർഡ് പോയിന്റ്, ഫാമിലി മെമ്പേഴ്സോ അഥവാ ലോക്കൽ കമ്മ്യൂണിറ്റി ലേബേഴ്സിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ്, അതാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. പിന്നെ ഇത്തരം കൃഷി രീതികൾ മെയിനായിട്ട് മൺസൂൺ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സാധാ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നോക്കി അതിനനുസരിച്ചുള്ള കൃഷിയാണ്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രത്യേക സംവിധാനങ്ങളൊന്നും ചെയ്യാതെ നോർമലുള്ള മണ്ണിൽ നോർമലായിട്ട് കൃഷി ചെയ്യുന്ന രീതി. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ദിസ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇസ് എ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. എന്താണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ? ഫാമേഴ്സ് അവരുടെ ആ ഒരു സ്ഥലം, ഒരു പാച്ച് ഓഫ് ലാൻഡ് അവരെന്ത് ചെയ്യും? ആദ്യം തന്നെ കത്തിച്ചിട്ട് അവിടെ ആഷാക്കി ഫുൾ കത്തിച്ച് കളഞ്ഞ് ആ ഒരു ഏരിയ ദെൻ കൃഷി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ഇവരെന്ത് ചെയ്യുന്നു? നമ്മളുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. എന്ത്? ഇങ്ങനെ കത്തിച്ച് ചാരമാക്കുക. ചാരം ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആണല്ലോ. അല്ലാതെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവർ യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു മെത്തേഡ് ഓഫ് കൾട്ടിവേഷനിൽ ഇവർ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും, അല്ലേ? നോർമൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ അല്ലേ ഉള്ളൂ, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവർ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോർമൽ ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ഉപയോഗിച്ച് കൃഷി നടത്തുന്നതാണ്. മോഡേൺ ആയിട്ടുള്ള ഒന്നും ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. സോ ഇൻ ഷോർട്ട് നമുക്ക് പറയാം, പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇസ് എ ഫാമിംഗ് ഇൻ എ സ്മോൾ പാച്ചസ് യൂസിങ് പ്രിമിറ്റീവ് ടൂൾസ് ബൈ എ ഫാമിലി മെമ്പേഴ്സ്. അതാണ് 3 പോയിന്റ്സ്. ദെൻ പറയാം, ഇറ്റ് ഈസ് എ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. എന്താണ്? ഡിഡ്ന്റ് യൂസ് എനി ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസർ, സോ ദ ലാൻഡ് പ്രൊഡക്ടിവിറ്റി വിൽ ബി ലോ. ഓക്കെ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഏതാണ്? ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അതുപോലുള്ള നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ ഈ ഒരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അറിയപ്പെടുന്നത് ജുമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ അത് 1 മാർക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ജുമ്മിങ് എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയ ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഈ ജുമ്മിങ് പല കൺട്രീസിലും പല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മിൽപ്പ എന്നാണ് മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അറിയപ്പെട്ടത്.
അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ബേവാർ, ദഹിയ മധ്യപ്രദേശിൽ ആ ഒരു പേരിൽ അറിയപ്പെട്ടു. പൊടു, പേണ്ട എന്നാണ് ആന്ധ്രാപ്രദേശിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. സോ ജുമ്മിങ് ഓർത്തിരിക്കുക, ഇറ്റ്സ് എ നെയിം ഓഫ് എ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ വിച്ച് വി കോൾ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. എന്താണത്? ഇറ്റ് ഈസ് എ ഹൈ പോപ്പുലേഷൻ പ്രഷറുള്ള ഒരു ഏരിയയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ലേബേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ബയോകെമിക്കൽസ് ആഡ് ചെയ്തായിരിക്കും ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, സ്മോൾ ഏരിയ ആയിരിക്കും. ഒരു ചെറിയൊരു ഏരിയയിൽ മാക്സിമം ഇൻപുട്ട്, മാക്സിമം ബയോകെമിക്കൽസ് ഉപയോഗിച്ച് ഒരുപാട് തൊഴിലാളികളെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഫാമേഴ്സും ഏകദേശം 2-3 ക്രോപ്സ് ഒക്കെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. നെക്സ്റ്റ് വരുന്നത് കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. എന്താണ് കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ? നേരത്തെ പഠിച്ചതിൽ നിന്നെല്ലാം ഇവിടെ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡ് ഏരിയ വളരെ വലുതായിരിക്കും. ഇറ്റ് പ്രാക്ടീസ്ഡ് ഓൺ ലാർജ് പീസ് ഓഫ് ലാൻഡ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, ഇവരിതിൽ ഒരുപാട് മെത്തേഡ്സ്, മെഷീൻസും കമേഴ്ഷ്യൽ മെത്തേഡ്സും അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെക്നോളജിയും ഒരുപാട് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് കമേഴ്ഷ്യൽ അഗ്രികൾച്ചറിൽ കൃഷി ചെയ്യുന്നത്. മെയിൻലി അവർ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് മണി പർപ്പസിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നു. ഇറിഗേഷൻ ടെക്നിക്സും ടെക്നോളജിയും മോഡേൺ ആയിട്ടുള്ള ഒരുപാട് മെഷീൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. ഓരോ സ്റ്റേറ്റ്സിലും ഓരോ കമേഴ്ഷ്യൽ ക്രോപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പഞ്ചാബ്, ഹരിയാന, അവർ അരി ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നു. ലാർജ് എമൗണ്ടിൽ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് അരി ഉൽപ്പാദിപ്പിച്ച് മറ്റ് സംസ്ഥാനക്കാർക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റൈസ് ഒരു കമേഴ്ഷ്യൽ ക്രോപ്പാണ്. പക്ഷേ ഒഡീഷയെ നോക്കുകയാണെങ്കിൽ അവർക്ക് റൈസ് ഒരു സബ്സിസ്റ്റൻസ് ക്രോപ്പാണ്. ഒഡീഷ അവരുടെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ മാത്രമേ റൈസിൻ്റെ കാര്യത്തിൽ നടത്തുന്നുള്ളൂ. കമേഴ്ഷ്യൽ ഫാമിങ്ങിൽ വരുന്ന ഒരു ടൈപ്പാണ് പ്ലാന്റേഷൻ. എന്താണ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ സിംഗിൾ ക്രോപ്പ് ഒരുപാട് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? നമ്മൾ പറയില്ലേ തോട്ടങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മൾ മൂന്നാർ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ടീ പ്ലാന്റേഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതാണ് പ്ലാന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലാർജ് ഏരിയയിൽ ഒരൊറ്റ സിംഗിൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക. ഈ ഒരു പ്ലാന്റേഷൻ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഒരുപാട് മൈഗ്രന്റ് വർക്കേഴ്സ് ആ ഒരു എസ്റ്റേറ്റിൽ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾ, അല്ലേ? തേയില നുള്ളുന്ന ഒരുപാടായിട്ടുള്ള മൈഗ്രന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ടാകും. പിന്നെ നമുക്കറിയാം ഇതൊരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറാണ് പ്ലാന്റേഷൻ, അല്ലേ? അവർ ശരിക്കും എന്താണ് ഒരു ടീ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്, ടീ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ ഒരു റോ മെറ്റീരിയൽ ആയിട്ടാണ് അവിടെ എന്തുപയോഗിക്കുന്നത്? ടീ. അതായത് മെയിനായിട്ട് ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറാണ് പ്ലാന്റേഷൻ. ഇന്ത്യയിൽ ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട്. ടീ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ, ഷുഗർ കെയിൻ, ബനാന, ഒരുപാട് നമുക്ക് കാണാം. ടീ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതലുള്ളത് ആസാമിലാണ്. അതുപോലെ കോഫി ആണെങ്കിൽ ബംഗാൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം പ്ലാന്റേഷൻ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, നിങ്ങൾക്ക് ഒരുപാട് മാർക്സ് ചോദിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മേജറായിട്ട് 3 ക്രോപ്സ് ആയിട്ട് ക്രോപ്പിംഗ് സീസൺ ആണ് നമ്മൾ പറയുന്നത്. 1 റാബി, 2 ഖാരിഫ്, 3 സെയ്ദ്. എന്താണ്? റാബി ക്രോപ്പ് സീസൺ, ഖാരിഫ് ക്രോപ്സിൻ്റെ സീസൺ, സെയ്ദ് സീസൺ. റാബി ക്രോപ്സ്, ആ വിളകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വസ്തുക്കളാണ് അതിൽ, ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് അതിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മളുടെ പീസ്, പയർ, വീറ്റ്, ബാർലി, മസ്റ്റാർഡ്, ഗ്രാംസ്, ഇതെല്ലാം റാബി ക്രോപ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ റാബി ക്രോപ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിളകളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ്. സോൺ ഇൻ വിൻ്റർ ആൻഡ് ഒക്ടോബർ ടു ഡിസംബർ. ആ ഒരു സീസണിൽ ഒക്ടോബർ ഡിസംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് നടുന്ന ഒരു ക്രോപ്സാണ്. ദെൻ അത് കഴിഞ്ഞ് സമ്മർ സീസൺ ആവുന്നതോടുകൂടെ, ഏപ്രിൽ ടു ജൂൺ ആ മാസം ആകുന്നതോടുകൂടെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. സോ അത്തരം ക്രോപ്സിനെയാണ് നമ്മൾ റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. വിൻ്റർ സീസണിൽ വിത്തിടുന്നു, സമ്മർ സീസണിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു. മെയിനായിട്ട് വരുന്നത്
നമ്മളുടെ വീറ്റ്, ബാർലി, പീസ്, ഗ്രാംസ് അതൊക്കെയാണ് വരുന്നത്. ഖാരിഫ് ക്രോപ്സ് എന്താണെന്ന് നോക്കാം. അതായത് റെയിനി സീസണിലുള്ള ക്രോപ്സ് ആണ്. നമ്മൾ മൺസൂൺ കാലാവസ്ഥയിൽ ജൂൺ ജൂലൈ മാസത്തിൽ വിത്തിടുന്നു. ദെൻ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ആ ഒരു സീസണിലുള്ള വിളകളെയാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഏതാണ് മേജറായിട്ട് വരുന്നത്? അതായത് മെയ്സ്, മില്ലറ്റ്, ജോവർ, ബജ്ര, അങ്ങനെയുള്ള കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, ഇത്തരം ക്രോപ്സ് എല്ലാം നമ്മൾ മൺസൂൺ ആവുമ്പോൾ വിത്തിടുന്നു, സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു. ദെൻ മൂന്നാമതൊരു സീസൺ പറയുന്നത് സെയ്ദ് സീസൺ ആണ്. അതെന്താണെന്ന് പറഞ്ഞാൽ റാബി ക്രോപ്സിനും ഖാരിഫ് ക്രോപ്സിൻ്റെയും ആ ഒരു കൾട്ടിവേഷൻ പീരീഡിൻ്റെ ഇടയിലായിട്ട്, ഇൻ ബിറ്റ്വീൻ ആയിട്ട്, ഈ രണ്ട് സീസണിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഷോർട്ട് പീരീഡ് ഉണ്ട്. അതായത് ഒരു മാർച്ച്, ഏപ്രിൽ, അതുപോലെ തന്നെ ജൂൺ, ജൂലൈ, ആ ഒരു പീരീഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെ പറയുന്ന, അല്ലെങ്കിൽ ആ ക്രോപ്പിംഗ് സീസണെയാണ് നമ്മൾ സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് നമ്മുടെ വാട്ടർ മെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഇതുപോലുള്ളതെല്ലാം തന്നെ സെയ്ദ് ക്രോപ്സ് ആണ്. അത് സെയ്ദ് സീസണിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്രോപ്പിനെ പറ്റിയിട്ടും റൈസിനെയും വീറ്റിനെയും ഒക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്ലൈമറ്റ്, അതിൻ്റെ സോയിൽ ടൈപ്പ്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.